ഹലോ ഫ്രണ്ട്സ്. അപ്പം നല്ലവരായ കൂട്ടുകാർ ഒരുപാട് ഓർഡർ തന്നതുകൊണ്ട് ബോച്ചേട്ടി നല്ല ചിലവുണ്ട് മാഷാല്ല. പിന്നെ ഇനിയും നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്യണം. പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനൊരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് 40 രൂപയ്ക്ക് തന്നെയാണ് ഷോപ്പിൽ നിന്നും ടീ കിട്ടുന്നത്. എം.ആർ.പി റേറ്റ് തന്നെയാണ്. അവർ 1 രൂപ പോലും എനിക്ക് ഇതുവരെ കുറച്ച് തന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഓർഡർ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് കാറിനകത്താണ് കൊണ്ടുവരുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിൽ ഡയറക്റ്റ് പോയി ഒരു ദിവസം ഫുള്ളായിട്ടുള്ള മെനക്കേടാണ്. കാറിനകത്ത് ആകുമ്പോഴത്തേക്ക് നമ്മൾ ബസ്സുകൾ മാറി മാറി കയറേണ്ട കാര്യമില്ല. ഭയങ്കര അലച്ചിലായിരുന്നു ബസ്സിനകത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ കാറിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലവുകൾ അധികരിച്ചാണ് വരുന്നത്. എല്ലാവരും പറയുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് പിന്നെ കൂപ്പൺ കിട്ടുന്നില്ല, പിന്നെ പേയ്മെൻറ്റ് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ എററായിട്ട് കാണിക്കുന്നു, പൈസ പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ സാധനം വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്കൊന്ന് എടുത്ത് തരാനായിട്ട് പറ്റുമെന്ന്. ഒരുപാട് പേർ ആവശ്യപ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഓർത്ത് എൻ്റെ വീഡിയോ ഒന്ന് റീച്ച് ആകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ കയ്യിൽ നിന്ന് പൈസ മുടങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് കാര്യം മനസ്സിലായത്. കയ്യിൽ നിന്ന് ഞാൻ ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യക്കാരാണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ 40 രൂപയ്ക്കാണ് കിട്ടുന്നതിൻ്റെ ഉള്ള സ്ക്രീൻഷോട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കാണാം. ഇപ്പോഴും ഞാൻ ഒന്നും കൂടി അത് ഇടുവാണ്. 40 രൂപയ്ക്ക് തന്നെയാണ് എനിക്ക് അവിടുന്ന് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇനി ഈ വീഡിയോ എന്താ ഷോപ്പിൽ എത്തുവാണെങ്കിൽ അവരും കൂടി അറിയാൻ വേണ്ടിയാണ്. കാരണം ജനങ്ങൾ വിചാരിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ട്, എം.ആർ.പി റേറ്റിൽ കൂടുതൽ പേയ്മെൻറ്റ് എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന്. തുടക്കത്തിൽ 40 രൂപയ്ക്ക് തന്നെ കൊടുത്തെങ്കിലും ഇപ്പോൾ എനിക്ക് വരുന്ന ചിലവ് ഒരുപാട് അധികമാണ്. കാറിൽ സാധനം കൊണ്ടുവന്ന് ഇതുപോലെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ ഓരോ ഓർഡറുകളും എടുത്ത് എഴുതി എല്ലാം വെച്ച് നിങ്ങളെ ഓരോരുത്തരുടെയും മാർക്ക് ചെയ്ത് എല്ലാം ഇപ്പം ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്നൊന്ന് കാണണം എൻ്റെ എഫർട്ട് എന്താണെന്ന്. പിന്നെ രാത്രി 12-1 മണി വരെയാണ് ഇതിൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് അയക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം നിങ്ങൾ ഇതൊന്ന് കാണണം. അപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ്. ഭൂരിഭാഗം ആൾക്കാരും വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ അവർ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നില്ല. 100-200 ആൾക്കാരേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് പോയവർ. അതും ചിലപ്പോൾ എൻ്റെ നിർബന്ധപ്രകാരം ഓർഡർ ഇട്ട പ്രകാരം സബ്സ്ക്രൈബ് ചെയ്ത് പോയ ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഈ വീഡിയോ എടുക്കുന്നതിനും ഒരുപാട് എഫേർട്ട് ഉണ്ടല്ലേ. അതേ വീഡിയോ ഇടുന്ന ആൾക്കാർക്കേ അറിയത്തുള്ളൂ. എഡിറ്റ് ചെയ്യണം, കട്ട് ചെയ്യേണ്ട ഭാഗത്ത് കട്ട് ചെയ്യണം, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദയവ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, അതാണ് പറയാനുള്ളത്. എന്നാലും സന്തോഷം എന്താണെന്ന് പറയാം, 40 രൂപയ്ക്കല്ല കൊടുക്കുന്നതെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാർ ദൂരത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുണ്ട്, എപ്പോഴും കിട്ടും, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഓർഡർ തരുന്നുണ്ട്. മാഷാല്ലാ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. എല്ലാവരോടും പറയാനുള്ളത്, പെണ്ണുങ്ങളോടല്ല ആണുങ്ങളോട് പറയാനുള്ളത്, എന്നെ ഒരു പെങ്ങളെ പോലെ നിങ്ങൾ കാണണം. പിന്നെ അനാവശ്യമായിട്ടുള്ള മെസ്സേജ് ഒന്നും അയക്കരുത്. അനാവശ്യമായിട്ടുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ചെയ്യുന്ന ആളാണ്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങളുടെ ഒരു ഫോട്ടോയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജോ സ്ക്രീൻഷോട്ടായിട്ട് വരാൻ നിങ്ങളൊരു കാരണക്കാരാവരുത്. അത് നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും. പിന്നെ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണെന്നുള്ള ബോധോദയത്തോടു കൂടി വേണം ജീവിക്കാൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. ചെറിയ നിസ്സാര കാര്യത്തിന് പോലും ഇപ്പം സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ബോധോദയത്തോടു കൂടി വേണം ജീവിക്കാനായിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്തിനാണെന്ന് വെറുതെ അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കുന്നത്. നമ്മൾ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ആവശ്യക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മാന്യമായിട്ട് പെരുമാറുക. അത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോച്ചേറ്റി ബാഗ് പാക്കിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാത്തിലും അഡ്രസ്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. പലരുടെയും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ദയവായി നിങ്ങൾ വോയിസ് അയക്കുകയോ ഇല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തിടുകയോ ചെയ്യുക. മെസ്സേജ് മാത്രം അയക്കുക. എനിക്ക് ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അത് മാത്രമല്ല, എൻ്റെ ഫോണും അല്ല, ഞാൻ വാട്സപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഫോൺ വേറൊരാളുടെയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞാൻ നാളെ ഇൻഷാ അല്ലാ തിങ്കളാഴ്ചയാണ്, നാളെ എന്തായാലും കൊറിയർ അയക്കുന്നുണ്ട്. ഇന്ന് പാക്കിങ്ങിൻ്റെ ഒരു ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്ന് ചെയ്തു തരാം. പിൻകോഡ് വേറെ, ചിലരൊക്കെ ചെയ്യുന്നത് പിൻകോഡ് വേറെ, അഡ്രസ്സ് വേറെ, പേര് വേറെ, പിന്നെ മൊബൈൽ നമ്പർ വേറെ, അങ്ങനെ അയക്കരുത്.
കാരണം മെസ്സേജ് വരുമ്പോഴത്തേക്ക് എഴുതി എഴുതി മാറുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വിട്ടുപോകും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ബുക്കിലേക്ക് ഞാൻ എഴുതാറുള്ളൂ. ഇതുപോലെ റെക്കോർഡ് ബുക്കിൽ എഴുതി വെച്ചെങ്കിൽ പിന്നെ എനിക്ക് പാക്കിങ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട് നമുക്ക് ഇതേപോലെ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കണ്ടത് മാത്രമാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഞാനും സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൊറിയർ അയക്കാനുള്ളവരെല്ലാവരും അയച്ചോളുക. പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊറിയർ അയച്ചു തരുന്നതാണ്. സാധനം കണ്ടല്ലോ, ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഓർഡർ ചെയ്തോളുക. അപ്പൊ എല്ലാവരും ഓർഡർ വേഗം തന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. പ്രശ്നങ്ങളും ദുഃഖങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ ഉന്നിൽ നിന്നും ഒളിച്ചോടാതെ ധൈര്യത്തോടെ നേരിടാൻ പ്രാർത്ഥന തരുന്ന ഒരു ഊർജമുണ്ട്. നീ അതൊന്ന് അനുഭവിച്ചു നോക്ക്. നഷ്ടപ്പെടുന്ന ഏകാഗ്രതയെ തിരിച്ചുപിടിച്ച് മനസ്സിന് മൂർച്ച കൂട്ടാനാണ് പ്രാർത്ഥന. പടച്ചോനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് ഈ ശാന്തതയാണ്. നമ്മളിങ്ങനെ കൊറിയർ ഓരോരുത്തരുടെ പേര് നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം വെട്ടി ഇങ്ങനെ കൊടുത്ത് ഓരോ പേപ്പറിലാക്കി ഇങ്ങനെ എഴുതി എല്ലാം പിന്നെ കവർ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസമാണ് ഇതേപോലെ പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. എല്ലാം കൂടെ നടക്കത്തില്ല ഒരുപോലെ, അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് എനിക്കിതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാണ്. എനിക്ക് എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരിലേക്ക് നമുക്ക് ആ കോൾ എത്താനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് പറയാൻ. ഓരോരുത്തരുടെ എഫേർട്ടിൻ്റെ ഫലമാണ്. ഞാൻ എടുക്കുന്നതിൻ്റെ എഫേർട്ടിൻ്റെ ഫലം എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാകും. പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ എല്ലാവരും അഡ്രസ്സ് അയക്കുമ്പോഴത്തേക്ക് ആദ്യം പേര് അയക്കുക, അല്ലെങ്കിൽ വീട്ടുപേര് അയക്കുക, എല്ലാം കൂടെ ഒന്നിച്ച് അയക്കാവുള്ളൂ മെയിനായിട്ട് പറയാം. കാരണം പലരും അങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ പറഞ്ഞു അടുത്തും എല്ലാവരും വീഡിയോയിൽ എന്താക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് കൊറിയർ പാക്കിങ് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. വേണമെങ്കിൽ ഓർഡർ ഇപ്പോൾ പറയണം. ഞാനിത് കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പീസ് നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ പിന്നെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഇത്രയും പീസും കൂടെ ബാലൻസ് ഉള്ളൂ. നമുക്ക് ആകെ 250 അവർ ഷോപ്പിൽ പറഞ്ഞിട്ട് തന്നത്. 500 പറഞ്ഞിട്ടാണ് 250 തന്നേക്കുന്നത്. അപ്പോൾ ഷോപ്പിലും ഡൗൺ ആണ് സാധനം. വേണമെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്യാം. ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പുറത്തെ വീട് കല്യാണ വീടായതുകൊണ്ട് ആരും ഉറങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവരും ഉറക്കം പിടിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോഴാണ് ഞാൻ കൊറിയർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. തീർന്നിട്ടില്ല, പാക്കിങ് കഴിഞ്ഞിട്ടില്ല. കുറച്ച് അവിടെ മാറ്റി വെച്ചേക്കുവാണ്. ഇതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റാക്കി വരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും.
ആദ്യം നമ്മൾ റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കണം. ആദ്യം ഇതുപോലെ റെക്കോർഡ് ബുക്കിൽ ഇങ്ങനെ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെക്കണം. ഓർഡർ എടുക്കുന്നതിൻ്റെയാണ്. അത് കഴിഞ്ഞ് ഇത് നമ്മൾ പേപ്പറിലോട്ട് എഴുതിയെടുക്കണം. അതായത് കൊറിയർ പാക്ക് ചെയ്യുന്നതിൻ്റെ പേപ്പറിലോട്ട് ഇതൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് അത് പിന്നീട് നമ്മളിതാ ഇതേപോലൊരു പേപ്പർ കഷ്ണത്തിലിങ്ങനെ അതും വാങ്ങിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ബുക്ക് പേപ്പറല്ല, പേപ്പർ A4 പേപ്പർ വാങ്ങിച്ചിട്ടാണ് അതിൻ്റെ മേളിൽ പേരെഴുതുന്നത്. എക്സ്പെൻസ് ഒരുപാട് ആവുന്നുണ്ട്. പിന്നെ സാധാരണ രീതിയിലുള്ള ഈ സെല്ലോ ടേപ്പ് കൊണ്ട് ഈ സൈഡ് വശം പിന്നെ ഒട്ടിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്. ഈ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വശങ്ങളെല്ലാം തുറന്നു പോകാതിരിക്കാൻ വേണ്ടി സീഡ് ചെയ്ത് വയ്ക്കുന്നത്. അല്ല, കസ്റ്റമറെ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടാകും. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇതിന് വരുന്നത് 60 രൂപയുമാണ്. പിന്നെ അതാ ഈ പാക്കിങ്ങിൻ്റെ ഈ കവറിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. ഈ സിൽവർ കവറിൻ്റെ എല്ലാ എമൗണ്ടും 250 രൂപയാണെന്നാണ് അവർ പറയുന്നത്. വലുതിനാണേലും ചെറുതിനാണേലും 250 രൂപയെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ചെറിയ പാക്കറ്റ് വാങ്ങിച്ചാലും ഇത്തരമുള്ള പാക്കറ്റുകൾ വാങ്ങിച്ചാലും ഈ പ്രൈസ് തന്നെയാണ് വരുന്നത്. ബാക്കിയുള്ള കൊറിയറൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ് പാക്കിങ് ചെയ്തിട്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഇതെല്ലാം പിന്നെ കൊറിയർ അയക്കണം. ഇതൊക്കെ വലിയ പാക്കറ്റൊക്കെ 10 എണ്ണമൊക്കെ വെച്ചെടുക്കുന്ന ആൾക്കാരുടെയാണ്. പിന്നെ ചെറിയ പാക്കറ്റുകളും ഒക്കെ ഉണ്ട്. ചെറിയ പാക്കറ്റുകൾ കുറവാണ്.